الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أفغير دين الله يبغون وله أسلم من في السماوات والأرض طوعا وكرها وإليه يرجعون ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന് മാർഗദർശനമായി നൽകിയിട്ടുള്ള നിയമമാണ് ഇസ്ലാം. ഇസ്ലാം ആദ്യത്തെ മനുഷ്യൻ മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള സന്ദേശമാണ്. ആദ്യ പിതാവായ ആദം അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഈ ഭൂമിയിലേക്ക് ആദം അലൈഹിസ്സലാമിനെ നിയോഗിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു നൽകുന്ന ഒരു നിർദ്ദേശമാണത്. ഈ ഭൂമിയിൽ പോയി താമസിക്കുക. ആദമിനോടും അദ്ദേഹത്തിൻ്റെ പത്നിയായ ഹവ്വായിനോടുമുള്ള ഒരു സന്ദേശമാണ്. അങ്ങനെ നിങ്ങൾ ഭൂമിയിൽ പോയി താമസിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നിൽ നിന്നുള്ള മാർഗദർശനം വന്നു കിട്ടുമ്പോൾ ആര് എന്റെ മാർഗദർശനത്തെ പിന്തുടർന്ന് ജീവിക്കുന്നുവോ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടി വരില്ല. മനുഷ്യന് ഭയപ്പാടും ദുഃഖവുമില്ലാത്ത ഒരു ജീവിതത്തിന് അല്ലാഹു നൽകുന്ന സന്ദേശം ഈ ഭൂമിയിലെ മനുഷ്യാരംഭം മുതൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഖുർആനിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പിൽക്കാലത്ത് വന്ന സമൂഹങ്ങളിലേക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത സമൂഹങ്ങളിലേക്ക് പ്രവാചകന്മാരെ അയച്ചു. ആ പ്രവാചകന്മാരൊക്കെ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ നിയമങ്ങൾ പറഞ്ഞു കൊടുത്തു, അല്ലാഹുവിന്റെ ദീനിനെ പരിചയപ്പെടുത്തി, വിശ്വാസ കാര്യങ്ങളും കർമ്മങ്ങളും അവരെ പഠിപ്പിച്ചു. അടിസ്ഥാനപരമായി വ്യത്യാസമില്ലാത്ത ഒരേ ഒരു സ്രോതസ്സിൽ വരുന്ന നിയമങ്ങളായിരുന്നു അതെല്ലാം. അതുകൊണ്ടാണ് പിന്നീട് വന്നിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും മൂസാ നബി അലൈഹിസ്സലാമിനെയും ഈസാ നബി അലൈഹിസ്സലാമിനെയും മറ്റ് പല അമ്പിയാക്കന്മാരെയും ഒക്കെ പറഞ്ഞെടുത്ത് ഖുർആനിൽ പല സ്ഥലത്തും അവരൊക്കെ മുസ്ലിങ്ങളായിരുന്നു എന്ന് ഖുർആൻ പറയാനുള്ള കാരണം, പിൽക്കാലത്ത് ഈ പ്രവാചകന്മാരെ പലരും സ്വന്തം നേതാക്കളായി അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും അവരുടെ അനുയായികളാകുന്നു എന്ന് അവകാശപ്പെടുകയും ചെയ്തെങ്കിലും അവർ പഠിപ്പിച്ച സന്ദേശത്തിൽ നിന്ന് അവരിൽ പലരും പുറകോട്ട് പോയിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമയാണ്, തൗഹീദിന്റെ വചനമാണ് എല്ലാ അമ്പിയാക്കന്മാരുടെയും പ്രബോധനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദർശം.
ഒന്നാമത്തെ വിഷയം. അത് എല്ലാ അമ്പിയാക്കന്മാരും അത് പറഞ്ഞു എന്ന് ഖുർആനിലുണ്ട്. എല്ലാ നബിമാരുടെയും സന്ദേശമായിരുന്നു എന്ന് ഖുർആനിലുണ്ട്. പിന്നെ ജീവിതവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും, സാംസ്കാരിക രംഗത്തും സാമ്പത്തിക രംഗത്തും ഇടപാടുകളിലും കുടുംബങ്ങളിലും ഒക്കെയുള്ള വേറെ പല വിഷയങ്ങളും പലപ്പോഴായി പല പ്രവാചകന്മാർ വേറെ വേറെയായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവരെല്ലാം ഒരുമിച്ച് കൂട്ടുന്ന, അവരെല്ലാം ഒന്നിച്ചു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആദർശം അത് അഖീദയാണ്, അത് തൗഹീദാണ്, അത് ഷഹാദത്ത് കലിമയാണ്. ആ പ്രവാചകന്മാരൊക്കെ മുസ്ലിങ്ങളായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ടെങ്കിലും പിൽക്കാലത്ത് ഇസ്ലാം എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അദ്ദേഹത്തിലൂടെ വന്ന ആദർശങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്ന ഒരു രൂപം ചരിത്രകാരന്മാരിൽ ഉണ്ടായി. ഇസ്ലാമിക് പീരീഡ് എന്നും പ്രീ ഇസ്ലാമിക് പീരീഡ് എന്നും ചരിത്രത്തിൽ പറഞ്ഞത് ഇംഗ്ലീഷുകാരാണ്. ഇസ്ലാമിക കാലഘട്ടം മുഹമ്മദ് നബിക്ക് വഹി കിട്ടിയത് മുതൽ പ്രീ ഇസ്ലാമിക് പീരീഡ് എന്ന് പറയുന്നത് മുഹമ്മദ് നബിക്ക് മുമ്പുള്ള കാലം. അങ്ങനെ കാലത്തെ അങ്ങനെ വിഭജിച്ചത് കൊണ്ട് പലപ്പോഴും ഇസ്ലാം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ചിട്ടുള്ള സന്ദേശങ്ങളെ കുറിച്ചാണ്. അത് ശരിയല്ല. ഖുർആനിൽ വളരെ കൃത്യമായും വ്യക്തമായും ഈ അമ്പിയാക്കന്മാരൊക്കെ മുസ്ലിങ്ങളായിരുന്നുവെന്നും അവരുടെ ദീൻ ഇസ്ലാമായിരുന്നുവെന്നും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ ഓതി കേൾപ്പിച്ച ഈ ആയത്ത് അള്ളാന്റെ ദീനല്ലാത്ത ഒന്നിനെയാണോ അവർ ആഗ്രഹിക്കുന്നത്? അള്ളാഹ് ചോദിക്കുക. ഇസ്ലാം നമ്മൾ മുസ്ലിങ്ങളാണല്ലോ. ഇപ്പോഴത്തെ ഇസ്ലാം എന്ന് പറയുന്നത് ഖുർആനിലും സുന്നത്തിലുമുള്ളതാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്തതാണ്. അതുവരെയുള്ള മുഴുവൻ വേദഗ്രന്ഥങ്ങളിലെയും കിതാബുകളിലെയും ആദർശങ്ങളുടെ ഒരു പുനഃപ്രഖ്യാപനമാണ് ഖുർആനിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയതും ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയാവുന്നതുമാണ് ഈ ഖുർആനും സുന്നത്തും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഇസ്ലാം. ആ ഇസ്ലാമാണ് നിലനിൽക്കുന്ന ഇസ്ലാം. അതാണ് ഇപ്പോഴത്തെ ദീൻ. അതാണ് അല്ലാഹു സ്വീകരിക്കുന്നത്. കാരണം അതിലുണ്ട് മുമ്പുള്ളതെല്ലാം. അതിലുണ്ട് മുൻ പ്രവാചകന്മാരുടെ വേദങ്ങളെല്ലാം. ഇപ്പൊ ഈസാ നബി അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും അതിനുമുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഒക്കെ പറഞ്ഞതിന്റെ സത്ത ഈ ഖുർആനിലുണ്ട്. അപ്പൊ ഒരു മനുഷ്യൻ ഖുർആൻ അനുസരിച്ച് ജീവിച്ചാൽ, ഖുർആനിനെ അംഗീകരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചാൽ, ഈസാ നബിയെ ബഹുമാനിക്കുന്ന ഒരു ഖൗമിന് അതിന് എതിർക്കേണ്ടതില്ല. മൂസാ നബിയെ അംഗീകരിക്കുന്ന ഒരു വിഭാഗത്തിന് ഇവനോട് ദേഷ്യം പിടിക്കേണ്ടതില്ല. കാരണം ആ മൂസാ നബിയുടെ ആദർശമാണ് മുഹമ്മദ് നബി പറഞ്ഞത്. അതാണ് ഇപ്പോൾ ഇദ്ദേഹം സ്വീകരിച്ചത് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അള്ളാഹുവിന്റെ ദീനല്ലാത്ത ഒന്നിനെയാണോ അവർ ആഗ്രഹിക്കുന്നത് എന്ന ഖുർആനിന്റെ ചോദ്യം ശക്തമായ ഒരു ചോദ്യമാണ്. വേറെ എന്താണ് സ്വീകരിക്കാനുള്ളത് എന്നാണ്. അള്ളാഹുവിന്റെ ദീനല്ലാത്ത ഒരു ദീനിനെ ആഗ്രഹിക്കാൻ എന്ത് ന്യായമാണുള്ളത്? അതിൽ എന്ത് സത്യമാണുള്ളത്? അതിന് എന്ത് യോഗ്യതയാണുള്ളത്? അല്ലാഹുവിന്റെ ദീൻ ഖുർആൻ കൊണ്ട് ഭദ്രമാണ്. ഖുർആനിനെ അല്ലാഹു തആല സംരക്ഷിക്കുമെന്ന് ഖുർആനിൽ തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ടാണല്ലോ അവരുടെ മുമ്പിലും അഭിമാനത്തോടു കൂടി ഖുർആനിന്റെ അനുയായികൾക്ക് പറയാവുന്ന ഒരു കാര്യം, മുസ്ലിങ്ങളിൽ എത്രയോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും, മുസ്ലിങ്ങൾക്കിടയിൽ എത്രയോ മദ്ഹബുകൾ ഉണ്ടെങ്കിലും, മുസ്ലിങ്ങൾക്കിടയിൽ എത്രയോ പ്രസ്ഥാനങ്ങൾ ഉണ്ടെങ്കിലും അവർക്കെല്ലാം ഒരു ഖുർആനേ ഉള്ളൂ, ഒരു മുസഫേ ഉള്ളൂ. നമ്മൾ ആരോടും പറയാറില്ല ഖുർആൻ പഠിക്കാൻ നിങ്ങൾ നമ്മുടെ ഓഫീസിൽ വിതരണം ചെയ്യുന്ന മുസഫ് വാങ്ങിക്കൊണ്ടുപോയി വായിക്കണമെന്ന്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടുള്ള, നിങ്ങളുടെ മദ്രസയിൽ ഉപയോഗിക്കുന്ന, നിങ്ങൾ ഓതിക്കൊണ്ടിരിക്കുന്ന ആ ഖുർആൻ പഠിച്ചാൽ മതി. അതിനർത്ഥം മനസ്സിലാക്കിയാൽ മതി. കാരണം എന്താ? ഖുർആൻ ഒന്നു മാത്രമാണ്. ആ ഖുർആനിന്റെ മഹത്വം നമ്മൾ ഉൾക്കൊണ്ടോ എന്നതാണ് സംശയം. അല്ലാഹുവിന്റെ ദീനല്ലാത്ത ഒന്നിനെയാണോ അവർ ആഗ്രഹിക്കുന്നത് എന്ന ചോദ്യം നമ്മോടും നമ്മൾ ചോദിക്കണം. കാരണം മുസ്ലിങ്ങൾ എന്ന നിലയിൽ നമ്മളാരും അല്ലാഹുവിന്റെ ദീനല്ലാത്ത ഒരു ദീൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ജീവിത രംഗങ്ങളിൽ ചെറുതും വലുതുമായ ഒട്ടേറെ രംഗങ്ങളിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, അയൽപ്പക്കങ്ങളിൽ, ബിസിനസ്സുകളിൽ ഒക്കെ തന്നെ അല്ലാഹുവിന്റെ നിയമമല്ലാത്ത പലതിനെയും നമ്മൾ ആഗ്രഹിച്ചു പോകുന്നു. അല്ലാഹുവിന്റെ നിയമം തൽക്കാലം അത് നമ്മൾ കണ്ണു ചിമ്മിപ്പോകുന്നു. എന്റെ കുടുംബത്തിൽ ഇങ്ങനെയാണെന്നും എന്റെ നാട്ടിൽ ഇങ്ങനെയാണെന്നും എന്റെ സംഘടന പറഞ്ഞതാണെന്നും പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ നിയമത്തിനെതിരിൽ പ്രവർത്തിക്കേണ്ടി വരുന്ന അവസരങ്ങൾ ദുർബല ഈമാൻ ദുർബലമായ ആളുകൾക്കുണ്ടാകുന്നു. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം.
ലോട്ടറി മുമ്പൊക്കെ നമ്മൾ ലോട്ടറി ടിക്കറ്റ് എടുക്കൽ ആളുകൾ എടുക്കല് കള്ള് ഷാപ്പിലൊക്കെ പോണമായി ചുറ്റും പറ്റൊക്കെ നോക്കി ആരോ കാണുന്നുണ്ടോ നോക്കി സ്വകാര്യമായിട്ടായിരുന്നു, പേടിച്ചിട്ടായിരുന്നു, ഒരു ഹറാം ചെയ്യുന്ന പേടിയിലായിരുന്നു. അത് പോയിട്ട് എല്ലാം ലോട്ടറിയായി. സ്കൂളിൽ വരെ ലോട്ടറി എത്തിയപ്പോ അത് പിന്നെ ഒരു മാന്യമായ സാധനമാവുകയാണ്. പക്ഷെ എല്ലാവരും ലോട്ടറി ഹറാമാണല്ലോ, അത് ചൂതാട്ടമാണല്ലോ, അല്ലാഹു തആല നിഷിദ്ധമാക്കിയതാണല്ലോ. അത് വന്നു എവിടെ എത്തി? ഇപ്പോ ഷേഖ് നിർവാചനോട് ഒരു ചോദ്യം ചോദിച്ചു. കച്ചവട സാധനങ്ങൾ വേഗത്തിൽ വിറ്റുപോകുന്നതിന് ഒരു ടോക്കൺ കൊടുത്ത്, ഒരു ടിക്കറ്റ് കൊടുത്ത്, നറുക്കിട്ടെടുത്ത് സമ്മാനം കൊടുക്കാൻ പറ്റുമോ? ഷേഖ് നിർവാചന്റെ മറുപടി എന്താണെന്നറിയോ? അത് ഒരു ബിസിനസിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരാൾ യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ചൂഷണവും ആഗ്രഹിക്കാതെ ഒരു ടിക്കറ്റ് കൊടുത്ത്, നറുക്കെടുത്ത് ഒരു സമ്മാനം കൊടുക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. പക്ഷേ ആ ടിക്കറ്റ് വിൽക്കുകയും ടിക്കറ്റ് ഒന്നിച്ചു വാങ്ങിയിട്ട് നമ്മൾ സമ്മാനമായി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് പലിശയിലേക്കെത്തും, ചൂതാട്ടത്തിലേക്കെത്തും. നമ്മൾ മറന്നല്ലേ ഇപ്പൊ ഈ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വരുന്നു, അതൊക്കെ വരുന്നു, അതിൽ പലതും നേർക്കുനേരെ പലിശ വരുന്നു. ഞാനത് മുഴുവൻ നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. കച്ചവടക്കാരാണല്ലോ നമ്മുടെ പള്ളിയിലധികം ഉള്ളത്. അത് പണം കൊടുത്ത് ടിക്കറ്റ് വാങ്ങിയിട്ട് ആളുകൾക്ക് വിതരണം ചെയ്തിട്ട് അതിൽ നിന്ന് നറുക്കിട്ടെടുത്ത് സമ്മാനം കൊടുക്കുന്നത് ലോട്ടറി തന്നെയാണ്. അത് ചൂഷണമാണ്, അത് പലിശയാണ്, അത് ചൂതാട്ടമാണ് എന്ന് നമ്മൾ ഭയപ്പെടേണ്ട ഒരു സംഗതിയാണ്. ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞു, 100 ഉദാഹരണങ്ങൾ അങ്ങനെ പറയാൻ പറ്റും. അല്ലെ, സ്വർണ്ണാഭരണം ധരിക്കുന്ന പുരുഷന്മാർ എത്ര ആളുകളുടെ ചെയിനിട്ടവര്, മോതിരിട്ടവര്, സ്വർണം കൊണ്ടുള്ള ആഭരണങ്ങൾ ധരിക്കുന്നവര്, ഏറ്റവും ചുരുങ്ങിയത് കല്യാണ ദിവസമെങ്കിലും. എന്താ വിഷയം? അള്ളാന്റെ ദീനല്ലാത്ത ഒന്നിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നു, അവർ ആഗ്രഹിക്കുന്നുവോ എന്ന ചോദ്യത്തിന് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു അല്ലെ ആഗ്രഹിച്ചു പോകുന്നു എന്നല്ലേ മറുപടി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വളരെ പ്രസിദ്ധമായ ഒരു വചനമുണ്ട്, ഒരു പ്രഖ്യാപനം. എന്താണെന്നറിയോ? ഇന്ന ഉമ്മത്തും, നമ്മളൊരു സമുദായമാണ്. ആ ഉമ്മത്തിനെ അഅസ്സഹല്ലാഹു ബിൽ ഇസ്ലാം, അല്ലാഹു തആല ഇസ്ലാം കൊണ്ട് ഇസ്സത്ത് നൽകിയ ഒരു ഖൗമാണ് നമ്മൾ. ശരിയല്ലേ? അറബികൾക്ക് എന്താ ഉണ്ടായിരുന്നത്? അറബികൾക്ക് എന്താ ഉണ്ടായിരുന്നത്? ഇസ്ലാമിന്റെ മുമ്പ്, ഇസ്ലാം ഇല്ലെങ്കിൽ ആരും നല്ലവരായി അവരെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ, അല്ലെ? എപ്പോഴും പറയാം കാട്ടറബികൾ, മദ്യപാനികൾ, വ്യഭിചാരികൾ, കൊലയാളികൾ, കുഞ്ഞുങ്ങളെ കൊന്നവർ, എന്തെല്ലാം സാംസ്കാരിക രംഗത്ത് വളരെ അധപ്പതിച്ച ആ സമുദായം ലോകത്തിന്റെ നേതൃത്വത്തിലെത്തി. യൂറോപ്പിന് പോലും വെളിച്ചം നൽകുന്ന വിധത്തിലുള്ള വിദ്യാഭ്യാസത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും ഒക്കെ നേതാക്കളായി തീർന്നു. എന്തുകൊണ്ടായത്? ബിൽ ഇസ്ലാം, ഇസ്ലാം കൊണ്ടാണ്. ഉമർ ഖത്താബ് പറയുന്നു, ഇനി നമ്മളാരെങ്കിലും ഇസ്ലാം അല്ലാത്ത ഒന്നുകൊണ്ട് ഇസ്സത്ത് ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലാഹു തആല നമ്മളെ ഏറ്റവും നിന്ദ്യരാക്കി തീർക്കുന്നു. നമ്മൾ ഇസ്സത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ. അങ്ങനെയാണ് കുടുംബത്തില്, മക്കളെടുത്ത്, അയൽവാസികളുടെ അടുത്ത്, ഭാര്യയുടെ അടുത്ത്, ഭർത്താവിന്റെ അടുത്ത്, ചുറ്റുവട്ടത്തൊക്കെ നമ്മൾക്കൊരു ഇമേജ് ഉണ്ടാകാനും ഇസ്സത്ത് ഉണ്ടാകാനും ആണ് പലപ്പോഴും ദീനിനെ കട്ട് ചെയ്തിട്ട് ദീൻ കുറഞ്ഞു വരികയും ദീൻ അല്ലാത്തതിലൂടെ ഇസ്സത്ത് ഉണ്ടാവുകയും ചെയ്യുക. അത് വലിയൊരു വിഷയം തന്നെയാണല്ലോ. ഖുർആനിൽ പറഞ്ഞില്ലേ, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ആരാണ് വമൻ അഹ്സന ഖൗലൻ, നല്ല വാക്ക് പറഞ്ഞവൻ. എന്താ നല്ല വാക്ക്? മിമൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. 3 കാര്യമാണ് അവിടെ. അതിലൊന്ന് മിമൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക, ഒരു പണി എന്നാണത്. രണ്ടാമത്തേത് വഅമില സാലിഹൻ, നല്ല കാര്യങ്ങൾ ചെയ്യുക. മൂന്നാമത്തേത് വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിംകളിൽപ്പെട്ടവനാണ് എന്ന് പറയുക. മുസ്ലിമാണെന്ന് പറയാൻ പ്രയാസം തോന്നുന്നവന് ഇസ്സത്ത് ഉണ്ടാവില്ല, ദീൻ ഉണ്ടാവില്ല, ഈമാൻ നിലനിൽക്കില്ല. പിന്നെ അല്ലേ, ഞാൻ ഈ സദസ്സിൽ പങ്കെടുക്കില്ല, അവിടെ കല്ല് വിളമ്പുന്നു, ഞാൻ മുസ്ലിമാ, എനിക്കത് പറ്റില്ല, എന്ത് കമ്പനി ആയാലും എന്ത് ബിസിനസ് ആയാലും ഞാനതിനില്ല, ഇത് പറയാൻ കഴിയണ്ടേ? അങ്ങനെ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അത്ര പോയില്ലേ? ദഅവത്തിനെ പറ്റി പറയുകയാണെങ്കിലോ, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആൾക്കാർ വിചാരിക്കുന്നത് നോട്ടീസ് എഴുതിയൊക്കെയാണെന്ന, അല്ലെ പ്രസംഗം ചെയ്യാണെന്ന, അതൊക്കെ അതിന്റെ ഭാഗങ്ങളാണ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത് ഏറ്റവും ഒന്നാമത്തേത് ഒരു മനുഷ്യന്റെ ജീവിതമാണ്. അപ്പൊ ഞാൻ വലിയ വലിയ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ വിചാരിക്കാം. എന്റെ കൂടെ നിത്യവും ജീവിക്കുന്ന എന്റെ മക്കൾക്കോ എന്റെ കുടുംബത്തിനോ അയൽവാസികൾക്കോ ഇപ്പറഞ്ഞ യാതൊരു സംഗതിയും എന്നിൽ കാണാനില്ലെങ്കിലോ, ദീനിന്റെ ദഅവത്തും കാര്യങ്ങളുമായി ഓടി നടക്കുന്ന ആളുകൾ അന്വേഷിക്കണം, സ്വയം വിചാരണ നടത്തണം. ഞാൻ ആളുകളോട് ദീൻ പറയുന്നു, ദീനെ പരിചയപ്പെടുത്തുന്നു, പ്രസംഗിക്കുന്നു, എഴുതുന്നു, നോട്ടീസ് എഴുതി വെക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷെ എന്നെ കാണുന്ന ആളുകൾക്ക്
എന്നിൽ നിന്ന് പഠിക്കാൻ എന്തുണ്ട്? ദീനുണ്ടോ? ദീനിന്റെ നിയമങ്ങളുണ്ടോ? ദീൻ പറഞ്ഞ സ്വഭാവമുണ്ടോ? ദീൻ പറഞ്ഞ പെരുമാറ്റമുണ്ടോ? ദീൻ പറഞ്ഞ മാതിരിയുള്ള സംസാരമുണ്ടോ? പലർക്കും അതില്ലാതെ പോകുന്നു. നമ്മൾ തന്നെ വിചാരണ ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ അമില സാലിഹ് എന്നല്ലേ, നല്ല കാര്യം ചെയ്യുക. അമില സാലിഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെട്ട എല്ലാം അത് നല്ലതാണ്. ആ നല്ല കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഞാൻ മുസ്ലിമാണ് എന്ന് പറയാൻ സാധിക്കുക. ഇവിടെ തന്നെ നോക്കൂ, നിങ്ങൾ എന്തുകൊണ്ട് അല്ലാഹു അല്ലാത്ത ഒരു ദീനിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഒരു ദീനിനെ അല്ലാഹുവിന്റെ ദീനല്ലാത്ത ഒരു ദീനിനെ ആഗ്രഹിച്ചുകൂടാ എന്നതിന് ന്യായമാണ് പിന്നെ പറയുന്നത്. വലഹു അസ്ലമ, അല്ലാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. അസ്ലമ എന്ന് പറഞ്ഞാൽ ഇസ്ലാമായി, അത് കീഴ്പ്പെടുക, കീഴൊതുങ്ങിയിരിക്കുന്നു. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ആളുകൾ അല്ലാഹുവിന് കീഴൊതുങ്ങിയിരിക്കുന്നു. സ്വമേധയാ ഇഷ്ടപ്പെട്ടും നിർബന്ധിതമായും അല്ലാഹുവിന് കീഴൊതുങ്ങിയിട്ടുണ്ട്. ആ അല്ലാഹുവിലേക്കാണ് അവർ മടക്കപ്പെടുകയും ചെയ്യുക. രണ്ടു തരത്തിലാ കീഴൊടുക്കം, രണ്ടു തരത്തിൽ. ആകാശങ്ങളിലും ഭൂമിയിലുള്ള മുഴുവൻ ആളുകൾ മാത്രമല്ല, മുഴുവൻ സാധനങ്ങൾ, മുഴുവൻ സൃഷ്ടിജാലങ്ങൾ അല്ലാഹുവിന് കീഴൊതുങ്ങിയിരിക്കുന്നു. എങ്ങനെ കീഴൊടുക്കം? അല്ലാഹുവിന്റെ നിയമത്തിന് വിധേയമായി ജീവിക്കുന്നു എന്നതാണ് ഒന്നാമത്തേത്. അതാണ് കർഹൻ എന്ന് പറഞ്ഞത്, നിർബന്ധിതമായി. ഇപ്പൊ നമ്മുടെ ഹൃദയം പിടിക്കുന്നു, നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നു, നമ്മുടെ ശ്വാസകോശം പ്രവർത്തിക്കുന്നു, ശരീരത്തിൽ രക്തമൊഴുകുന്നു, നാം ശ്വാസോച്ഛ്വാസം നടത്തുന്നു, നാം ജനിക്കുന്നു, വളരുന്നു, മരിക്കുന്നു. ഇത് കർഹൻ, നിർബന്ധിതമായുള്ളത്. എല്ലാവർക്കും, മുസ്ലിമിനും മുശ്രിക്കിനും കാഫിറിനും മതമില്ലാത്തവനും ഉള്ളവനും എല്ലാവരുടെയും ശരീരം അല്ലാഹുവിന് കീഴൊതുങ്ങിയിട്ടുണ്ട്. കർഹൻ. അതുപോലെ നിങ്ങൾ നോക്കൂ, സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, മഴ പെയ്യുന്നു, സസ്യങ്ങൾ വളരുന്നു, മൃഗങ്ങൾ ജനിക്കുന്നു, നശിക്കുന്നു. ഇതിനും ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയുള്ളത് കൊണ്ടാണ് ഭൗതിക ശാസ്ത്ര പഠനങ്ങൾ ഉണ്ടായത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് അസുഖം വന്ന ഹോസ്പിറ്റലിൽ പോകുന്നു, ചികിത്സിക്കുന്നു. എന്താ ചികിത്സ? ഒരു യഥാർത്ഥത്തിൽ വേണ്ട വിധത്തിലുള്ള ഒരു നോർമലായ മനുഷ്യ ശരീരം എന്ത് എന്ന് വൈദ്യശാസ്ത്രം കണ്ടെത്തുന്നു, പഠിക്കുന്നു, റിസർച്ച് നടത്തുന്നു. എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയാൽ ഉടൻ പരിശോധന ആരംഭിക്കാം. ഇയാളെ വെടിപ്പ് കുറെ കൂടുകയാണ് ചെയ്തത്, ഹൃദയം പ്രവർത്തിക്കുന്ന നോർമലിൽ തന്നെയാണോ അല്ലേ, രക്തത്തിന്റെ ഒഴുക്ക് എങ്ങനെയാ, അതിന്റെ ചേരുവ എങ്ങനെ, അങ്ങനെ ഓരോന്ന്. അപ്പോ നോർമലായ ഒരു മനുഷ്യൻ, നോർമലായ ഒരു മൃഗം, നോർമലായിട്ടുള്ള ഒരു സസ്യം, ഇതുണ്ടല്ലോ, ഇത് അല്ലാഹുവിന്റെ നിയമമാണ്. ആ നിയമം അങ്ങനെയൊന്നുണ്ട് എന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ മറ്റു കാര്യങ്ങൾ എല്ലാം നടക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണ്ടേ, നിങ്ങൾ എന്താ ഇനി സ്വീകരിക്കാനുള്ള അല്ലാഹുവിന്റെ നിയമം? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും എല്ലാ ചരാചരങ്ങളും അല്ലാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നുണ്ട്. കർഹൻ. പിന്നെ തൗഅൻ എന്ന് പറയുന്നത് സ്വയം തീരുമാനിച്ചിട്ടുള്ള വിധേയത്വമാണ്. ഒരു വലിയ വൃത്തത്തിന്റെ ഉള്ളിൽ ഒരു ചെറിയ വൃത്തം വരയ്ക്കാം, സങ്കല്പിച്ചു. ഒരു വലിയ വൃത്തം, അത് അല്ലാഹുവിന്റെ തഖ്ദീർ എന്ന് പറയുന്ന എല്ലാവരും കർഹൻ, നിർബന്ധിതമായി അനുസരിച്ച് പോരുന്ന ഖദർ ഖലാ, ഒന്നും ചെയ്യാനില്ല. പക്ഷെ അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ വൃത്തം, അതാണ് മനുഷ്യൻ ഇച്ഛാസ്വാതന്ത്ര്യമുള്ള, തെരഞ്ഞെടുക്കാൻ കഴിയുന്ന, ചെയ്യാനും ചെയ്യാതിരിക്കാനും കഴിയുന്ന ഒരു മേഖല. അവിടെ വിശ്വാസമുള്ളവർ അല്ലാഹുവിന്റെ നിയമം തെരഞ്ഞെടുത്ത് ചെയ്യണം. താല്പര്യമില്ലാത്തവരെ തെരഞ്ഞെടുത്ത് ഉപേക്ഷിക്കുന്നു. അപ്പൊ അവിടെ മനുഷ്യൻ സ്വയം ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്ത് ചെയ്യുന്നു. അങ്ങനെ കുറെ ആൾ അല്ലാഹുവിന്റെ നിയമം അനുസരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അല്ലാഹുവിന്റേതല്ലാത്ത ഒരു നിയമം ആഗ്രഹിക്കാൻ നിങ്ങൾക്ക് എന്തുണ്ട് ന്യായം? അത് പഠിച്ചോളൂ. നിങ്ങൾ ലോകത്തിലെ എല്ലാ വസ്തുക്കളെയും പഠിച്ചാൽ നിങ്ങൾ പറയേണ്ടി വരും, ഖുൽ ആമന്നാ ബില്ലാഹ് വമാ ഉൻസില അലൈനാ. ഖുൽ പറയുക, ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചു. ഇതിന്റെ ഈ ക്രമമൊക്കെ നോക്കണം ഖുർആനിൽ. ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും അല്ലാഹുവിന് കീഴ്പ്പെട്ടാണ് ജീവിക്കുന്നത് എന്നത് പഠിച്ചാലോചിച്ച ശേഷം ഖുൽ ആമന്നാ ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയുന്നു. അത് പറയേണ്ടി വരും, പറയാൻ സാധിക്കും. അത്രയും അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് ഈ സൃഷ്ടിജാലങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മിലേക്ക് ഇറക്കപ്പെട്ടതിലും നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു. നമ്മിലേക്ക് ഇറക്കപ്പെട്ടത് ഈ ഖുർആനാണ്. അപ്പൊ ഈ ഖുർആനിൽ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു.
വമാ ഉൻസില അലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഅഖൂബ വൽഅസ്ബാത്ത് വമാ ഉതിയ മൂസ വഈസ വന്നബിയ്യൂന മിൻ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിൽ ഇബ്രാഹിം ലഭിക്കും, ഇസ്മായിൽ ലഭിക്കും, ഇസ്ഹാഖ് ലഭിക്കും, യാക്കൂബ് ലഭിക്കും. അതുപോലെ അവരുടെ സന്തതി പരമ്പരയിൽ വന്നിട്ടുള്ള മറ്റു പ്രവാചകന്മാർക്കും മൂസ അലൈഹിസ്സലാമിനും ഈസ അലൈഹിസ്സലാമിനും എല്ലാം അല്ലാഹുവിന്റെ പ്രവാചകന്മാരായി വന്നിട്ടുള്ള എല്ലാവരിലും അവരിലേക്കെല്ലാം അലൈഹിമുസ്സലാം ഇറക്കപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വന്നത് യേശുക്രിസ്തുവിനെതിരല്ല, നമ്മൾ പറയുന്നത് മൂസാ നബിക്കെതിരല്ല, അവരുടെ ഗ്രന്ഥങ്ങളെയും അവരുടെ ദീനിനെയും തള്ളിക്കളയാനല്ല, മറിച്ച് അവരുടെ എല്ലാം ദീനിനെ അവരിലേക്ക് ഇറങ്ങിയതിനെ നമ്മൾ വിശ്വസിക്കുന്നു. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അവർക്കിടയിൽ നമ്മൾ ഒരു വേർതിരിവും നമ്മൾ നടത്തുന്നില്ല, എല്ലാവരെയും അമ്പിയാക്കന്മാരായി നമ്മൾ അംഗീകരിക്കുന്നു. എന്നിട്ട് പറയുന്നത് വനഹ്നു ലഹു മുസ്ലിമൂൻ, നമ്മളെല്ലാം അവന് അല്ലാഹുവിന് അനുസരണം കാണിക്കുന്നു, കീഴൊതുക്കിയിരിക്കുന്നു, മുസ്ലിം ആയിരിക്കുന്നു എന്നാണ്. അപ്പൊ ഇസ്ലാം ഉൾക്കൊള്ളുന്നതിൽ ഈ ഒരു സമീപനം നമുക്ക് ഉണ്ടാവണം. ആ സമീപനം ഉണ്ടായില്ലെങ്കിൽ വരുന്നത് മുസ്ലിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യുന്ന, ഇസ്ലാമിന് അപമാനം ഉണ്ടാക്കുന്ന, മുസ്ലിം സമൂഹത്തിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കൂട്ടമായി മാറും നമ്മൾ ഓരോ ദിവസവും. ഇന്നും ഞാൻ ഖുത്ബ നടത്തുന്നതിന് മുമ്പ് ഒരു സുഹൃത്ത് പറയും, ഇന്നത്തെ പത്രത്തിലുള്ള ഒരു വാർത്തയാണ്, ആള് നമ്മുടെ കൗബനാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ വളരെ വൃത്തികെട്ട ഒരു കാര്യത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരു വിഷയമാണ്. അപ്പൊ നമ്മൾ കണ്ടല്ലോ, ആള് നമ്മുടെ കൗബ തന്നെയാണ് എന്നതൊരു വേദനയിൽ നിന്നുള്ള വാക്കാണ്. കാരണം അവന് മാത്രമല്ല ഈ സമൂഹത്തിന് വിഷമം ഉണ്ടാക്കുകയാണ്. അങ്ങനെ സമൂഹത്തിന് വിഷമം ഉണ്ടാക്കുമ്പോൾ ദീനിന് വിഷമം വരികയാണ്. എനിക്കൊരു അനുഭവമുണ്ട്. നമ്മുടെ കുറെ സുഹൃത്തുക്കൾ ഇസ്ലാമിന്റെ ഈ നല്ല സന്ദേശം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു പ്രദേശത്ത് പോയി, വളരെ ദൂര പ്രദേശമാണ്. അവിടെ ചെന്നപ്പോഴേ മുസ്ലിം അല്ലാത്ത ഒരാളെ കണ്ടു. മുസ്ലിം അല്ല, അയാളെ വീട്ടിൽ ചെന്നു, ഇസ്ലാമിനെ കുറിച്ച് ഖുർആനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വന്നത് വളരെ നന്നായി, വളരെ നന്നായി, ഇതൊക്കെ എനിക്കറിയാം, നിങ്ങളൊരു കാര്യം ചെയ്യോ, ഇതിന്റെ അപ്പുറത്തെ റോഡിൽ അവിടെ ഒരുപാട് ഏരിയയിൽ മുസ്ലിങ്ങൾ താമസിക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ ഒന്ന് പോയി പറയുന്നത് നല്ലതാണ്. എന്താ കാര്യം, അവർ വളരെ മോശമാണ്, അവർക്ക് ഇസ്ലാമും അറിയില്ല, ദീനുമില്ല, ഒന്നുമില്ല. അപ്പൊ നോക്കൂ, നമുക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാ. നിങ്ങൾ ഈ ദീനെ പരിചയപ്പെടുത്തുന്ന പരിപാടി നിങ്ങളുടെ ആളുകൾ ഇവിടെ ഉണ്ട്, അവരോടൊന്ന് പറഞ്ഞു കൊടുത്താൽ വളരെ നന്നായിരുന്നു, അയാൾക്ക് അവിടെ ഒരു സ്വൈരം കിട്ടുമെന്നാല്. അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ശല്യവും ബുദ്ധിമുട്ടും ആയിത്തീരുന്ന ഒരു കൗമായി തീർന്നാൽ ആരുടെ മുമ്പിലേക്കാണ് ഇസ്ലാമിന്റെ ഈ സന്ദേശവുമായി നമ്മൾ പോവുക? ശരിയാണ്, നിങ്ങൾ അവരെ നോക്കണ്ട, ദീൻ നോക്കിക്കോ, മുസ്ലിങ്ങളെ നോക്കണ്ട, ഇസ്ലാം നോക്കിക്കോ എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ആളുകൾ നോക്കുക, ഒരു സന്ദേശത്തെ കാണുക, അറിയുന്നത് എങ്ങനെയായിരിക്കും? അറിയുന്നത് ഇതനുസരിച്ച് ജീവിക്കുന്നു എന്ന് പറയുന്ന, ഇതിന്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ എങ്ങനെ എന്ന് നോക്കിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അല്ലാഹുവിന്റെ ദീനിനെ ആഗ്രഹിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും അതിൽ ഇസ്സത്ത് സ്വയം തോന്നുകയും അത് അനുഷ്ഠിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. അതിന് നാം പരിശ്രമിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Alhamdulillah Rabbil Alamin wal aqibatu lil muttaqin wa sallallahu ala nabiyyihil kareem wa ala alihi wa sahbihi ajma'in. ittaqullaha ibadallah. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട്, ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ ദീൻ നമ്മൾ ഉൾക്കൊള്ളുകയും ആ ദീനിന്റെ മർമ്മപ്രധാനമായ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ കലിമയുടെ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും അങ്ങനെ ദീനിനെ ഉൾക്കൊണ്ട് പ്രചരിപ്പിക്കുകയും ചെയ്താൽ ആളുകൾക്ക് ദീൻ മനസ്സിലാവും. ഇസ്ലാം ലോകത്തെത്തിയ ചരിത്രം നോക്കൂ നിങ്ങൾ. ഇസ്ലാം ലോകത്തെത്തിയ കാലഘട്ടത്തിൽ ഒരാദർശ പ്രചരണത്തിന് ഇന്നുള്ള യാതൊരു മാർഗവും ഇല്ലല്ലോ. ഈ ഹിജ്റ 1-ാം നൂറ്റാണ്ടോടുകൂടി മനുഷ്യർ അധിവസിക്കുന്ന എല്ലാ പ്രദേശത്തും ഇസ്ലാം എത്തി. 1-2 നൂറ്റാണ്ട് കൊണ്ട് അത് പൂർത്തിയായി.
എവിടെയൊക്കെ അന്ന് മുസ്ലിം മനുഷ്യരുണ്ടോ അവിടെയൊക്കെ കിഴക്കും പടിഞ്ഞാറും രാജ്യങ്ങളിൽ, വടക്കും തെക്കും പ്രദേശങ്ങളിൽ ഇസ്ലാം എത്തി. ആരാ കൊണ്ടുപോയത്? മക്കയിൽ നിന്ന്, മദീനയിൽ നിന്ന് കുറെ പാവങ്ങളായ സാധുക്കളായ അങ്ങേയറ്റത്തെ ഈമാൻ ജ്വലിച്ചു നിൽക്കുന്ന സഹാബിമാർ, പിന്നീട് താബീകൾ, അവർ പുറപ്പെട്ടു ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും. കച്ചവടത്തിന് പോയവർ, സഞ്ചാരികളായി പോയവർ, ദീനെത്തിക്കാൻ ദാവത്തുമായി പോയവർ, അവർ ചെന്നെത്തിയ ആ കാലഘട്ടത്തിൽ എന്താ പത്രങ്ങളുണ്ടോ, ബുക്കുകളുണ്ടോ, കാസറ്റ് ഉണ്ടോ, CD ഉണ്ടോ, ലൗഡ് സ്പീക്കർ ഉണ്ടോ, സമ്മേളനമുണ്ടോ, ടെലിവിഷൻ ഉണ്ടോ? ഒന്നുമില്ലല്ലോ. ഒരാദർശത്തെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വ്യക്തിപരമായ ജീവിതവും വ്യക്തിപരമായ സംസാരവും മാത്രമേ ഉള്ളൂ. എന്നിട്ട് അന്ന് ഇസ്ലാം എത്തിയല്ലോ. അന്ന് ഇസ്ലാം എത്തി. നമ്മൾ നോക്കും, മാലിക് ദീനാറും 12 ആളുകളും മലബാറിലെത്തി. അതാ നമ്മൾ പറയുന്ന ആദ്യത്തെ ചരിത്രം. ഇന്ന് എത്ര ആളുകളാ? 80 ലക്ഷം ആളുകൾ, അതിലും അധികം എന്ന് പറയുന്നു കേരളത്തിൽ. 12 ആളുകൾ പെറ്റുപെരുകിയാൽ, വിവാഹം ചെയ്ത് മാക്സിമം കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ 80 ലക്ഷം ആകുമോ? ആവില്ലല്ലോ. അതെങ്ങനെ ഉണ്ടായത്? ആൾ ദീൻ സ്വീകരിച്ചതാ, ഇസ്ലാം എന്ന് സ്വീകരിച്ചതാ. ആ ഇസ്ലാം സ്വീകരിച്ചതിന്റെ ഫലമായിട്ടാണ് ഇവിടെയും ലോകത്തെവിടെയും ഇവർ നോക്കൂ, ചില പ്രദേശങ്ങളിലൊക്കെ, ഉൾപ്രദേശങ്ങളിൽ, കാടുകളുടെ അപ്പുറത്ത്, മലകൾക്കപ്പുറത്ത്, അവിടെയും കാണാം ഒരു 5-10 വീടുകൾ, അവർക്ക് ചെറിയൊരു പള്ളിയോ സറാമ്പിയോ, അവിടെ ഒരു നിസ്കാരം, ചിലർക്ക് ഒരു ദർസ്, മദ്രസ എന്ന് പറഞ്ഞാൽ ഇസ്ലാം ദീനിനെ ഉൾക്കൊണ്ട് സ്നേഹിച്ച് അത് ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വിലപ്പെട്ട ഒന്നായി കരുതിപ്പോകുന്ന ഒരാൾ ഒരു പ്രദേശത്തുണ്ടെങ്കിൽ അതിന് ആകർഷണീയത ഉണ്ടാവുന്നുള്ളതാണ്, വശ്യത ഉണ്ടാവുന്നുള്ളതാണ്. അങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ വന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം ആയിത്തീർന്നതാണ് നമ്മുടെയൊക്കെ പൂർവികരായ ആളുകള്. ഒരു 4-5 തലമുറക്കപ്പുറത്തേക്ക് പോകുമ്പോഴേക്ക് അവിടെയാണ് അത് എത്തിച്ചേരുന്നത്. അങ്ങനെ ആയിത്തീരുന്നതിന് തടസ്സമുണ്ടാകുന്നു. ഇപ്പോൾ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു അത്ഭുതം എന്താണെന്നറിയാം? ലോകത്ത് ബുദ്ധിജീവികളും ചിന്തകന്മാരും ശാസ്ത്രജ്ഞന്മാരുമായ എത്രയോ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. അറിയപ്പെടുന്ന ആളുകൾ, വലിയ വലിയ ആളുകൾ. ഇപ്പൊ മുഹമ്മദ് അസദ് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അത് ലോകത്ത് വലിയൊരു സംഭവമായല്ലോ. അദ്ദേഹം റോഡ് ടു മക്ക, പിന്നെ ആ പുസ്തകമൊക്കെ എഴുതിയത് വളരെ വികാര വിജൃംഭിതമായ നിലക്കാണ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം നേരത്തെ ജൂതനായിരുന്നു. യൂസുഫ് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ലോകത്ത് വലിയൊരു സംഭവമായല്ലോ. എന്താ കാരണം? അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു, പോപ്പ് ഗായകനായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. രജാ ഗരോഡി ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ എത്ര ആളുകൾ. ഇപ്പൊ തന്നെ ഫിത്ന എന്ന സിനിമ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച അർണോൾഡ് ഡാം ഹ്യൂം എന്ന് പറയുന്ന പോളണ്ടിലുള്ള ഒരു വ്യക്തി അടുത്ത കാലത്ത് ഇസ്ലാം സ്വീകരിച്ചു. അപ്പൊ അതൊക്കെ തന്നെ ഇത് ബുദ്ധിപരമാണ്, ശാസ്ത്രീയമാണ്, മനുഷ്യോപകാരപ്രദമാണ്. ഇസ്ലാമിന്റെ ആദർശം, സന്ദേശം, അതാണ് അവരെയൊക്കെ ആകർഷിച്ചത്. ഇപ്പൊ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നേരത്തെ മതം എന്ന് പറഞ്ഞാൽ എന്താ? നാട്ടിലൊക്കെ നോക്കാം, അത് കുറെ മന്ത്രവാദികള്, കുറെ കൂടോത്രക്കാര്, കുറെ ആത്മീയ നേതാക്കള്, അങ്ങനെ കുറെ പുരോഹിതന്മാര്, അവരുടെ ഏർപ്പാട്. അതായിരുന്നു മതം. അതായിരുന്നു മുസ്ലിങ്ങൾക്കിടയിലും ചില സ്ഥലങ്ങളിൽ മതം. അപ്പൊ അതിൽ ബുദ്ധിയില്ല, അതിൽ ശാസ്ത്രമില്ല, അതിൽ പ്രായോഗികതയില്ല, അതിൽ ദീനിന്റെ അടിസ്ഥാനവും ഇല്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മൾ ഭയപ്പെടേണ്ട ഒരു സംഗതി, ഒരു മനുഷ്യന് രോഗം വന്നാൽ എന്ത് ചെയ്യണം? വളരെ കൃത്യമല്ലേ? അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. ഇത് ദുആണ്, മന്ത്രവാദമല്ല, ഇത് ദുആണ്. അതുപോലെ തന്നെ നമ്മളല്ലേ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതണം, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നൊക്കെ ചൊല്ലണം. ഇതൊക്കെ ദുആകളും ദിക്റുകളുമാണ്. അതെന്താക്കി? ഇത് ബിസിനസ്സായി. അത് ബിസിനസ് ആവുകയും അതിന്റെ ക്ലിനിക്കുകൾ തുടങ്ങുകയും അതിന് ഏജന്റുമാരുണ്ടാവുകയും ചെയ്തപ്പോൾ മുസ്ലിങ്ങൾക്കിടയിലും മന്ത്രവാദ കൂടോത്ര വിഭാഗങ്ങൾ ഉണ്ടായി. അപ്പൊ പിന്നെ എന്താ വ്യത്യാസമുള്ളത്? എന്തോ ഒരു വ്യത്യാസമുള്ളത്, അത് പോയില്ലേ? അങ്ങനെയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് നോക്കൂ നിങ്ങൾ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പ് എന്ന് പറയുന്ന യാതൊരു സാധനവും ലോകത്ത് നിലനിൽക്കുന്നില്ല എന്നത് മുഹദ്ദിഖീങ്ങളായ പണ്ഡിതന്മാരും മുഹദ്ദിഥീങ്ങളും ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഓരോ ദിവസം ഓരോന്നുണ്ടാവുകയാണ്. അല്ലേ? ഒരു 5 വർഷം മുമ്പ് ഒരു മുടി റസൂലിന്റേതാണ്, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പൊടി റസൂലിന്റെ ഖബറിലാണ്, ഇപ്പോൾ വരുന്ന ഒരു പാത്രം റസൂൽ ഉപയോഗിച്ചതാണ്. അങ്ങനെയാണോ ഇസ്ലാം? അങ്ങനെയല്ലല്ലോ ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആദർശമാണ്, അതിന്റെ സിദ്ധാന്തമാണ്, അതിന്റെ ഖുർആനാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയാണ്.
അതനുസരിച്ചുള്ള ഒരു ജീവിതമാണ്. അങ്ങനെ ഇസ്ലാമിനെ മനസ്സിലാക്കി ജനങ്ങൾ അനുഷ്ഠിച്ചു വന്നാൽ അവരിൽ ഈമാൻ ഉണ്ടാകും, അവരിൽ തഖ്വയുണ്ടാകും, അവരിൽ അമൽ സ്വാലിഹാത്തുകൾ ഉണ്ടാകും, അവർക്ക് ആഖിറത്തിന് ഭയമുണ്ടാകും. മുഴുവൻ ആത്മീയ കേന്ദ്രങ്ങളും നോക്കൂ നിങ്ങൾ, മുഴുവൻ ആത്മീയ കേന്ദ്രങ്ങളും മുസ്ലിങ്ങളുടെ ആയാലും ഹിന്ദുക്കളുടെ ആയാലും ക്രിസ്ത്യാനികളുടെ ആയാലും അവിടെ ഒരു കേന്ദ്രത്തിലേക്കുള്ള പണം സമ്പാദ്യം ഉണ്ടാകും. നേർച്ചപ്പണങ്ങൾ, പൂജാവസ്തുക്കൾ, കാണിക്കവഞ്ചികൾ, ഇതൊക്കെ ആ ഒരു കേന്ദ്രം, അതിന്റെ പേരിലാണ് അത് നിലനിൽക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യും, എന്നിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കും, അള്ളാഹിന്റെ പ്രീതി അനുസരിച്ച് ജീവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എങ്ങനെയാ ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിച്ചു പോരുന്നതിലേക്ക് എത്തണം. അങ്ങനെ വന്നാൽ നമുക്ക് ഇസ്ലാമിന്റെ കാര്യത്തിൽ ഇസ്സത്തുണ്ടാകും. ഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, മുസ്ലിമാണ് എന്ന് പറയാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഈ മനുഷ്യർക്ക് മുഴുവൻ ദീനിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും എന്നത് ഉറപ്പാണ്. ആ നിലയ്ക്ക് ദീൻ മനസ്സിലാക്കി അമൽ ചെയ്ത് ഈമാനും തഖ്വയും ഒക്കെയുള്ള ആളുകളായി തീരാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന കുറ്റങ്ങളും തെറ്റുകളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. അള്ളാഹുവേ, ഞങ്ങളിൽ രോഗം കൊണ്ടും മറ്റ് പ്രയാസങ്ങൾ കൊണ്ടും കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവരുടെ രോഗങ്ങളെയും പ്രയാസങ്ങളെയും നീ ദൂരീകരിച്ച് തരണമേ. പഠിച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും തരണം ചെയ്യുവാനുള്ള കരുത്തും ശേഷിയും ഈമാനും നൽകി ഈ സമുദായത്തെ നീ അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, നിന്റെ ദീനിനെ അനുഷ്ഠിക്കുകയും പ്രവർത്തിക്കുകയും ജീവിത സന്ദേശമാക്കി മാറ്റുകയും ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കളുടെയും ഇണകളുടെയും മക്കളുടെയും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത എല്ലാ ആളുകളെയും എല്ലാ സ്വാലിഹായ ഉദ്ദേശങ്ങളെയും പടച്ചവനെ നീ പൂർത്തീകരിച്ചു തരണമേ. ഇസ്ലാമിക സംഘങ്ങൾക്കും സമൂഹങ്ങൾക്കും രാഷ്ട്രങ്ങൾക്കും ഇടയിൽ നല്ല ബന്ധവും അവർക്കിടയിൽ സൗഹാർദ്ദവും ഐക്യവും വളർത്തിയെടുക്കുന്നതിന് നീ ഈ സമുദായത്തെ, ഈ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ. ലോകത്തെങ്ങും എന്നും സമാധാനവും സ്വസ്ഥതയും ശാന്തിയും നീ നിന്റെ അനുഗ്രഹത്താൽ നൽകി ഈ സമൂഹത്തെ നീ സഹായിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تؤاخذنا إن نسينا أو أخطأنا، ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا، ربنا ولا تحملنا ما لا طاقة لنا به، واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.